അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഈ ലോകത്ത് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് എന്ന് ഓരോ ആളുകളോടും ചോദിച്ചാൽ അവരുടെയൊക്കെ ഉത്തരം വ്യത്യസ്തമായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? നമ്മുടെ ജീവന് തുല്യം, നമ്മുടെ ബന്ധുമിത്രാദികളെക്കാൾ, സന്താനങ്ങളെക്കാൾ, എല്ലാവരെക്കാളും നമ്മൾ മുൻപന്തിയിൽ നിർത്തേണ്ടത് ആരെയാണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നാം സ്നേഹം കൈമാറേണ്ടത് ആർക്കാണ്? ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ഈ അണ്ടകടാഹം മുഴുവനും നമ്മളും നമ്മുടെ മാതാപിതാക്കളും എല്ലാവരും ഈ ഭൂമിയിലേക്ക് വരാൻ കാരണദൂതരായ പച്ചക്കുബ്ബയുടെ ശീതളച്ചായയിൽ മന്ദമാരുതന്റെ കുളിർത്തന്നിലേക്കൊണ്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന എന്റെയും നിങ്ങളുടെയും നേതാവ്, ഖൽബിന്റെ രാജാവ്, മദീനയുടെ ഖോജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, നബിയെ, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ലോകം ഒന്നും പടക്കില്ലായിരുന്നു എന്ന്, ഞാനിതൊന്നും, ഈ അണ്ടകടാഹങ്ങളൊന്നും ഞാൻ പടക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളമായിരിക്കും അള്ളാഹു ആ പ്രവാചകനെ സ്നേഹിച്ചിട്ടുണ്ടാവുക? ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾക്കാർക്കും മുഅ്മിനാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. നിങ്ങളുടെ സന്താനങ്ങളെക്കാളും, മാതാപിതാക്കളെക്കാളും, കൂട്ടുകുടുംബാദി ബന്ധുമിത്രാദികളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ, ഞാൻ പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനാവുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോ ആളുകളും മുഅ്മിനാണോ എന്ന് സ്വന്തം ഒന്ന് വിലയിരുത്തി നോക്കുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിലാണോ നമുക്ക് ഉത്കണ്ഠയുള്ളത്? ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സക്കറാത്തിന്റെ കിടക്കയിൽ നിന്നുപോലും നമ്മെ ഓർത്ത് കരഞ്ഞത് അസ്രായീലിനോട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മെല്ലെ പിടിക്കുക അസ്രായീലെ എന്ന് പറഞ്ഞപ്പോൾ അസ്രായീൽ മറുപടി പറഞ്ഞത്, നബിയെ, ഏറ്റവും എളുപ്പം മാർദ്ദവമുള്ള രീതിയിലാണ് അങ്ങയെ ഞാൻ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വെണ്ണയിൽ നൂലിട്ട് വലിക്കുന്നത് പോലെ അത്രയും നിർമ്മല്യത്തോടെ ഞാൻ ഇന്നേവരെ ആരെയും ഈ രീതിയിൽ റൂഹ് പിടിച്ചിട്ടില്ല. ഇത്രയും വേദന കുറച്ചുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ റൂഹ് പിടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും വേദന എനിക്കുണ്ടെങ്കിൽ എൻ്റെ ഉമ്മത്തിന്റെ വേദന എത്രയായിരിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവലാതി പറഞ്ഞപ്പോൾ അസ്രായീൽ പറഞ്ഞ മറുപടി അവരുടെ കാര്യം കഷ്ടമാണ് നബിയെ എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണക്കിടക്കയിൽ കിടന്നിട്ട് സക്കറാത്തിന്റെ വേദന അനുഭവിക്കുന്ന അവസരത്തിൽ പോലും ഉമ്മത്തിന്റെ അത്രയും കഷ്ടപ്പാടാണ് എൻ്റെ ഉമ്മത്തിന് സംഭവിക്കുന്നത് എങ്കിൽ എൻ്റെ ഉമ്മത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും വേദന, ആ ഓരോ ആളുകളുടെയും വേദന എൻ്റെ ശരീരത്തിൽ കുത്തി നിറക്കണം അസ്രായീലെ എന്ന് അവിടുന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മെ ആ ഹബീബ് സ്നേഹിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരിച്ച് നമ്മൾ എത്ര കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉമറെ, താങ്കൾ എത്രത്തോളമാണ് എന്നെ സ്നേഹിക്കുന്നത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി പറഞ്ഞത്, നബിയെ, എൻ്റെ ശരീരത്തെ ഒഴിച്ച് ബാക്കി എല്ലാറ്റിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല ഉമറെ, താങ്കളുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല, താങ്കളുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല ഉമറെ. ഉമർ റളിയല്ലാഹു അൻഹു അല്പം ചിന്തിച്ചതിന് ശേഷം, അല്പം കഴിഞ്ഞതിന് ശേഷം വന്നുകൊണ്ട് പറയുകയാണ്, നബിയെ, എൻ്റെ ശരീരത്തെക്കാളും എൻ്റെ എല്ലാ ഇഷ്ടജനങ്ങളെക്കാളും ഞാൻ അങ്ങയെ പ്രിയം വെക്കുന്നുവെന്ന് പറഞ്ഞപ്പോഴാണ് ഖദ് തമ്മ ഈമാനുക യാ ഉമർ, ഉമറേ, ഇപ്പോഴാണ് താങ്കളുടെ ഈമാൻ പൂർണ്ണമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ജീവിച്ച, നമുക്ക് വേണ്ടി നാളെ മഹ്ശറിൽ പോലും കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ആ ഒരു മഹ്ശറാവൻ സഭയിൽ, വെന്തുരുകുന്ന മഹ്ശറിൽ നമുക്ക് വേണ്ടി സുജൂദ് ചെയ്തുകൊണ്ട് ഓടി നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് വേണ്ടി ജീവിച്ച, മരിക്കുമ്പോൾ പോലും നമ്മെ ഓർത്ത വിശുദ്ധ സ്വഹാബാക്കൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ സഹോദരന്മാർ പിന്നീട് വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
എന്ന് പരിചയപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു സ്നേഹം നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ അവിടുത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു സെക്കൻഡ് പോലും നമുക്കുണ്ടാകുവാൻ വേണ്ടി പാടില്ല. കാരണം യഥാർത്ഥ മുഅ്മിനാണെന്ന് അവകാശപ്പെടണമെങ്കിൽ പ്രവാചക സ്നേഹം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരു 10 സ്വലാത്തെങ്കിലും ആ ഹബീബിന്റെ ഹദറത്തിലേക്ക് എല്ലാ ദിവസവും അയച്ചുകൊണ്ട്, ഖൽബ് അയച്ചുകൊണ്ട്, ദേഹിയെ അയച്ചുകൊണ്ട്, അവസാനം ദേഹവുമായി ശരീരവുമായി ആ ഹദറത്തിൽ എത്തിക്കൊണ്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയാനുള്ള തൗഫീഖിനു വേണ്ടി ദുആ ചെയ്യണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും മറ്റുള്ള കർമ്മങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മകൾ, അവിടുത്തെ ചരിത്രം, അവിടുത്തെ സ്മരണകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആശിഖീങ്ങളിൽ നാം ഏവരെയും, മാദിഹീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.